നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 827th day. Today 7th sloka of 7th chapter, Pradhama Skandha. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 727 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തസ്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പദ്യതേ പുംസ ശോകമോഹഭയാപഹ. ഓം തത്സത്. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തി ഉത്പദ്യതേ പുംസ ശോകമോഹഭയാപഹ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപുരുഷേ ശോകമോഹഭയാപഹ ഭക്തി ഉത്പദ്യതേ. അതായത് യസ്യാം യാതൊരു സംഹിത, ശ്രീമദ് മഹാഭാഗവതമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ശ്രൂയമാണായാം ശ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പുംസ പുമാവന്, പുംസ എന്ന് പറഞ്ഞാൽ പുമാൻ മനുഷ്യന്, പരമപുരുഷേ പുരുഷോത്തമനായ ആ പരമപുരുഷനായ കൃഷ്ണനിൽ മോഹഭയാപഹ ശോകങ്ങൾ നിമിത്തമുള്ള ഭയങ്ങളെ സംഹരിക്കുന്നത്. ശോകം, മോഹം, ഭയം, സംഹരിക്കുന്ന ഭക്തി തന്നെ ഉൽപ്പദ്യതേ ഉത്ഭവിക്കുന്നു. അതായത് ഭാഗവതം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ അനർത്ഥത്തെ നശിപ്പിക്കുന്ന ഭാഗവതം നിർമ്മിച്ചു എന്ന്. ഭാഗവതം എപ്രകാരമാണ് അനർത്ഥത്തെ നശിപ്പിക്കുന്നത് എന്ന് കാണിക്കുന്നു. അതായത് ഭാഗവതം എന്നു പേരായുള്ള ഈ സംഹിത കേൾക്കുന്ന സമയത്ത് തന്നെ പുരുഷോത്തമനായ ആ വിഷ്ണുവിൽ ജനന മരണ ക്ലേശഹാരിണിയായ ഭക്തിയുണ്ടാകും. ഭക്തി ജനന മരണ ക്ലേശങ്ങളെ ഇല്ലാതാക്കും എന്ന് സാരം. ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നുള്ള 3 വിധ താപങ്ങളെയും ആണ് ശോകങ്ങൾ എന്ന് പറഞ്ഞു വരുന്നത്. അങ്ങനെ ആ ശോകങ്ങളെയെല്ലാം അകറ്റിയിട്ട് ദേഹമാണ് ആത്മാവ് എന്നുള്ള ബോധത്തെ ഇല്ലാതാക്കി അനർത്ഥങ്ങളെ നശിപ്പിക്കുന്ന ദിവ്യ ഔഷധമാണ് ശ്രീകൃഷ്ണ ഭക്തി. അത് ശ്രവണ മാത്രത്തിൽ തന്നെ ഭക്തി ഉണ്ടാകും. അങ്ങനെയുള്ള ആ ഭക്തി ഭഗവാൻ, ഭാഗവതം, ഇത് 3ഉം ഒന്നു തന്നെയാണ്. ഇതിലൂടെ ശ്രീമദ് മഹാഭാഗവത ശ്രവണത്തിലൂടെ ഈ ഭക്തി നമുക്കുണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. അപ്രകാരമുള്ള ഒരു സംഹിതയാണ് ശ്രീ വ്യാസഭഗവാൻ നിർമ്മിച്ചത് എന്ന് സാരം. ശ്ലോകം ഒരിക്കൽ കൂടി. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പദ്യതേ പുംസ ശോകമോഹഭയാപഹ. ഓം തത്സത്. ശോകം, മോഹം, ഭയം ഇത് 3ഉം ഇല്ലാതാക്കും ആ ഭഗവാനിലുള്ള ഭക്തി എന്ന് എടുത്തു പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.